നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹവും ഒരു നിശ്ചിത സമയത്തിൽ അതിൻ്റെ രാശി മാറാറുണ്ട്. ചില സമയം രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഗ്രഹങ്ങളായിരിക്കും ഇങ്ങനെ ഒരുമിച്ച് ഒരു രാശിയിൽ പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ രാശി മാറുകയുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ രാജയോഗമോ അതേപോലെ തന്നെ അപൂർവ സൗഭാഗ്യങ്ങൾ നൽകാൻ കഴിവുള്ള തരത്തിലുള്ള യോഗങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ യോഗങ്ങളുടെ ഒരു സംയോഗം ആ സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ദീപാവലി വരികയാണ്. ഒക്ടോബർ അവസാനത്തോടു കൂടിയാണ് ദീപാവലി. ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധനും ശുക്രനും തുലാം രാശിയിൽ ഒരുമിച്ച് സംക്രമിക്കും ഈ ദീപാവലി സമയത്ത്. അതിലൂടെ ലക്ഷ്മി നാരായണ രാജയോഗം സൃഷ്ടിക്കപ്പെടുകയാണ്. വളരെ ഭാഗ്യദായകമായ ഒരു രാജയോഗമാണ് ലക്ഷ്മി നാരായണ രാജയോഗം. ശുക്രൻ നിലവിൽ തുലാം രാശിയിലാണ് ഒക്ടോബർ 10 വരെ നിൽക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 10 മുതൽ രാവിലെ ബുധനും ഈ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ജ്യോതിഷപരമായി ലക്ഷ്മി നാരായണ രാജയോഗത്തിന് പ്രത്യേക പ്രാധാന്യം തന്നെ കൽപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ശുഭകരമായ ഒരു രാജയോഗമായിട്ടാണ് കണക്കാക്കി പോരുന്നതും. ബുധനും ശുക്രനും ഏതെങ്കിലും രാശിയിൽ കൂടിച്ചേരുമ്പോൾ ഇങ്ങനെ ലക്ഷ്മി നാരായണ രാജയോഗം ഉണ്ടാകാറുണ്ട്. ഗുണകരമായ അല്ലെങ്കിൽ ബലവാന്മാരായ രണ്ട് ഗ്രഹങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ പലതരത്തിലുള്ള യോഗങ്ങൾ ഉണ്ടാവുകയും അത് ഗുണകരമായ ഉയർച്ചയോടും ഭാഗ്യത്തോടും കൂടി അത് ഓരോ നക്ഷത്രക്കാർക്കും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൂടെ ചില നക്ഷത്രക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും അതിലൂടെ സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ലക്ഷ്മി നാരായണ രാജയോഗം ഭാഗ്യം നൽകുന്നതെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ലക്ഷ്മി നാരായണ യോഗം ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതെന്ന് നോക്കാം. ലക്ഷ്മി നാരായണ രാജയോഗത്താൽ ഭാഗ്യം വന്നു ഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ രാശിക്കാരിൽ ആദ്യത്തെ രാശി തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ 3/4 ഭാഗം വരുന്ന നക്ഷത്രക്കാർ. ഇവർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം ശരിക്കും ഒരു അനുഗ്രഹമായി തന്നെയാണ് വന്ന് ഭവിക്കുവാനായി പോകുന്നത്. അനുഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെ അകന്നു മാറുകയും എല്ലാ ഗുണങ്ങളും അതേപോലെ അനുഗ്രഹഭാവത്തിൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ലക്ഷ്മി നാരായണ രാജയോഗം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. എല്ലാ മേഖലയിലും വിജയം കണ്ടെത്താൻ സാധിക്കും. തൊടുന്ന ഏത് മേഖലയിൽ എന്ത് ചെയ്താൽ പോലും അതിൽ വിജയം കണ്ടെത്താനും അത് പൂർണ്ണ വിജയത്തോടു കൂടി പര്യവസാനം കണ്ടെത്താനും സാധിക്കുകയും അത് നിങ്ങൾക്ക് ഭാവിയിലും ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കുകയും അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉന്നതമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതുവഴി വരുമാനം നിങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. വിദേശത്ത് പോകാനുള്ള ആഗ്രഹം മനസ്സിൽ ഒരുപാട് നാളായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആഗ്രഹമൊക്കെ സഫലീകരിക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യമായിരിക്കും. അതായത് വിദേശ യോഗമെന്ന് പറയുന്നത് വളരെ ഒരു എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ആഗ്രഹമുള്ളവരാണ് ധാരാളം ആളുകൾ. പക്ഷേ എപ്പോഴും അത് വിദേശത്ത് പോകുന്ന ഒരു ഭാഗ്യം അതൊരു പ്രത്യേക ഒരു ഭാഗ്യം തന്നെയാണ്. അതെന്ന് പറയുന്നത് വിദേശ ധനം സമ്പാദിക്കണമെങ്കിൽ അത് പ്രത്യേക ഗ്രഹങ്ങൾ അതായത് അതിൻ്റേതായ സ്ഥാനങ്ങളിൽ നിന്നാൽ മാത്രമേ ആ യോഗം പൂർണ്ണഭാവത്തിൽ കിട്ടൂ. അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ യോഗം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് നാളായി വിദേശത്തേക്ക് പോകാനായി ആഗ്രഹിക്കുന്നവർക്കും ഒക്കെയും അത് നല്ല ഒരു ഭാവത്തിലാണ് ഇപ്പോൾ ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്ത് പോയി ധനം സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പ്രമോഷൻ ലഭിക്കുകയും ജോലി ലഭിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല സമയമാണ്. ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ഒരു വലിയ നേട്ടം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. വിവാഹിതരായ ആളുകളുടെ കുടുംബജീവിതത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഈ ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ ഫലമായി വന്നു ഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രങ്ങൾ മകരം രാശിയിൽ വരുന്ന ഉത്രാടം അവസാനം 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് ഈ രാജയോഗത്തിൻ്റെ രൂപീകരണം വളരെ ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുന്നതായിരിക്കും.
ജോലിയിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്ന ബിസിനസ് വലിയ നേട്ടങ്ങൾ കാഴ്ചവെക്കാനായി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് പുതിയ ചുമതലകൾ നിങ്ങളെ തേടിയെത്തും. അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം തന്നെ ചുമതലകൾ വർദ്ധിക്കുകയും അതിനൊപ്പമുള്ള വേതനം ലഭിക്കുകയും, അപ്പോൾ ചുമതല വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുക എന്നർത്ഥം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്ത ജോലികളിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ സംതൃപ്തരാകുകയും അതുവഴി നിങ്ങൾക്ക് പ്രശസ്തി ലഭിക്കുകയും ഉന്നത ജോലിയിലേക്ക് നിങ്ങളെ പ്രൊമോഷൻ ചെയ്യുകയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയേറെ ശക്തമാകുന്ന ഒരു സമയമാണ്. മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവുകയും ആ അനുഗ്രഹം വാങ്ങി ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും അത് വിജയീഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. കുട്ടികളോടൊപ്പവും പങ്കാളിയോടൊപ്പവും ഒക്കെ ഉല്ലാസയാത്രകൾ പോകാനും കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷം, മൊത്തത്തിൽ ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷവും നേടിയെടുക്കാനും, അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷമായിരിക്കും ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ഒരു ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനായി പോകുന്നത്. അടുത്ത നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്ര ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് നേട്ടങ്ങളുടെ സമയമാണ് ലക്ഷ്മി നാരായണ രാജയോഗത്താൽ വന്നു ഭവിക്കുവാൻ പോകുന്നത്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പകുതിയാക്കിയ, അത് വീട് പണിയാകാം, അല്ലെങ്കിൽ പഠനമാകാം, അതേപോലെ പല കാര്യങ്ങളും മുടങ്ങിക്കിടന്നത് വീണ്ടും പുനർജീവിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അത് പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി വളരെ വലിയ തോതിൽ മെച്ചപ്പെടുന്ന സമയമാണ്. ജോലിയിൽ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടി വന്നെത്തുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ സമയമാണ്. എല്ലാ മേഖലയിലും ഒരു വിജയം, ഒരു കുതിപ്പ് കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരവും കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും നല്ല അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യുന്ന സമയമാണ്. ബിസിനസ്സിൽ ലാഭം കണ്ടെത്താൻ കഴിയുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതി വളരെ നല്ല രീതിയിൽ ഒരു മെച്ചപ്പെടുന്ന അവസരമാണ് ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്നത്. ആരോഗ്യവും വളരെയേറെ നല്ല മെച്ചപ്പെട്ട ആരോഗ്യമായിരിക്കും. അതേപോലെ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്ത് സമ്പാദിക്കുവാൻ സാധിക്കുമാകുകയുള്ളൂ. അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യവും മെച്ചപ്പെട്ട ആരോഗ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഒരു ഭാഗ്യമാണ് ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത നക്ഷത്രങ്ങൾ മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ആദ്യഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് ലക്ഷ്മി നാരായണ രാജയോഗം വളരെ ഭാഗ്യമായി വർത്തിക്കാൻ പോകുന്നത്. ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുകയും ഒരു ഉയർച്ച, അതായത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു ഉയർച്ച, അപ്പോൾ സാമ്പത്തികമായി മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാവുകയും സുഖ സൗകര്യങ്ങളൊക്കെയും വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാണ്. അവിവാഹിതരായ ആളുകൾക്ക് നല്ല വിവാഹാലോചനകൾ വന്ന് അത് നടന്ന് അതിന് സന്തോഷിക്കാൻ സമയമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എന്തെങ്കിലും വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർപ്പാക്കി മുന്നോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകാൻ കഴിയുന്ന സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും വിദേശത്തേക്ക് ജോലിക്ക് പോകാനായി ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. അടുത്തത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി നക്ഷത്രക്കാർക്കും ഈ രാജയോഗം, ലക്ഷ്മി നാരായണ രാജയോഗം വളരെ ഗുണങ്ങളാണ് നൽകുന്നത്. ഈ രാശിയുടെ 6ാം ഭാവത്തിലാണ് ശുക്രനും ബുധനും സംയോഗം ഉണ്ടാകാൻ പോകുന്നത്. അതിലൂടെ തന്നെ എല്ലാ മേഖലയിലും വിജയം കണ്ടെത്താൻ സാധിക്കുകയും സാമ്പത്തിക നേട്ടവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഒഴിച്ചു നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി വളരെ നേട്ടങ്ങളുടെ ഉയർച്ചയുടെ ഒരു കാലമാണ് ഈ നക്ഷത്രക്കാർക്കും വന്നു ഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ ഭാഗമായി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇനി ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്.